അച്ഛാ 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 പ്ലീസ് അച്ഛാ ഒന്ന് പറയച്ചാ. എനിക്ക് വല്ലാതെ ടെൻഷൻ അടിക്കുന്നു. എന്തിനാണ് ടെൻഷൻ? ക്യാരി ഓൺ. വാവ്, അച്ഛൻ ഇത്ര പെട്ടെന്ന് സമ്മതിക്കുമെന്ന് ഞാൻ വിചാരിച്ചതല്ല അച്ഛാ. ഇതിലിപ്പോ എന്റെ സമ്മതം എന്തിനാ? നിന്റെ അമ്മയോട് ചോദിച്ചു നോക്കേ. ഞാൻ അപ്പോഴേ സമ്മതിച്ചു. കോഫി കുടിക്കേ. അമ്മയും മോനും കൂടി പ്രീ പ്ലാൻ ആയിട്ട് റെഡി ആയിട്ടിരിക്കല്ലേ? അങ്ങനെയൊന്നുമില്ല അച്ഛാ, നിങ്ങളുടെ സമ്മതം പ്രധാനം. ശരി, ഒരു ദിവസം ആ പെണ്ണിന്ന് വിളിച്ചിട്ട് പോവാ, ഞങ്ങളൊന്ന് സംസാരിക്കട്ടെ. എന്നാ പിന്നെ വൈകിപ്പിക്കണ്ട, ഇപ്പൊ തന്നെ വരാൻ പറയാം. ഷീസ് വെയിറ്റിംഗ്. അത് പിന്നെ അച്ഛാ അതവളാ. പോ. ഹായ്. വെയിറ്റിംഗ് ഫോർ യു. നമസ്കാരം ആന്റി. നമസ്കാരം മോളെ. അമ്മേ, ശ്രാവണി. അയ്യോ, നന്നായി വരട്ടെ. പാവക്കുട്ടിയെ പോലുണ്ടല്ലോ. വാ മോളെ, വന്നിരിക്കുക. വാ. നോ ഇപ്പൊ തന്നെ പറയാം, നോട്ട് ചെയ്തോ. അനുഗ്രഹിക്കണേ. ഗോഡ് ബ്ലെസ് യു. ഓ സോറി. ഇതാ മോളെ. വേണ്ട ആന്റി, ഒരു ചെറിയ ജോലിയുണ്ട്. ഇപ്പൊ ഒന്നും വേണ്ട, പിന്നൊരു ദിവസം വരാം. താങ്ക്സ് ആന്റി. അച്ഛാ, ഞാൻ അവളെ യാത്രയാക്കിട്ട് വരാം. അങ്ങനെ നിന്റെ അച്ഛൻ എന്റെ അടുത്ത് മിസ്ബിഹേവ് ചെയ്തതിന് ശേഷം അയാളെ നിരീക്ഷിക്കാൻ തുടങ്ങി. അപ്പോഴാ ഒരുപാട് കാര്യങ്ങൾ അറിയാൻ തുടങ്ങിയത്. അയാളൊരു വുമണൈസറാ. 6 ഭാര്യയാണെങ്കിലും ശരി, സുന്ദരിയായിട്ട് കണ്ണിപ്പെട്ടാ മതി, അനുഭവിക്കുന്നവരെ അയാൾ വിടത്തില്ല. നാട്ടിലധികം പൈസയ്ക്ക് ഫൈനാൻസ് കൊടുക്കും. തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ല, വീട്ടിലെ പെണ്ണുങ്ങളെടുത്ത് അയാൾ വിചാരിച്ച കാര്യം നടത്തും. അങ്ങനെയും സാധിച്ചില്ലെങ്കിൽ അവർ ഭർത്താവിനെ കൊന്നിട്ടാണെങ്കിലും ശരി, അയാൾ അത് സാധിച്ചെടുക്കും. ആർക്കും ഒരു സംശയം വരാത്ത രീതിയിൽ ഇടയിൽ വരുന്നവരെ അയാൾ കൊന്നുകളയും. പഠിക്കാൻ വേണ്ടി പൈസ കടം കൊടുത്ത് കോളേജിലെ പെമ്പിള്ളാരെ പോലും വെറുതെ വിടത്തില്ല. അങ്ങനെയുള്ളൊരു ക്യാരക്ടറാ നിന്റെ അച്ഛൻ. അങ്ങനെ ഒരു ദിവസം സ്കൂളിൽ ഓഗസ്റ്റ് 15 ഫ്ലാഗ് ഹോസ്റ്റിങ്ങിന് ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്റെ വീട്ടിക്ക് വന്ന മധുമതി ടീച്ചറിന്റെ മേലിലൊരു കണ്ണു വെച്ചു നിന്റെ അച്ഛൻ. നമസ്കാരം സർ. നമസ്കാരം. എന്താ വേണ്ടത്? എന്റെ പേര് മധുമതി. നമ്മുടെ നാട്ടിലെ സ്കൂളില് പുതിയ ടീച്ചറായി ജോയിൻ ചെയ്തതാ. ഓഗസ്റ്റ് 15 ഞങ്ങളുടെ സ്കൂളിൽ ഒരു ഫ്ലാഗ് ഹോസ്റ്റിംഗ് നടത്തുന്നുണ്ട്. താങ്കൾ ഉറപ്പായും വരണം. ഉറപ്പായിട്ടും വരാം. കാപ്പി കുടിക്കുന്നു. സ്കൂളിൽ പോവാൻ സമയമായി. ഇനി ഒരിക്കൽ വരാം അതിന്. താങ്ക് യു സർ. അവര് അത്ര പെട്ടെന്ന് വളയത്തില്ലെന്ന് അയാൾക്ക് മനസ്സിലായി. അങ്ങനെ അയാൾ ഒരു വലിയ പ്ലാൻ ഇടാൻ തീരുമാനിച്ചു. മധുമതി, സ്കൂളിൽ പിള്ളേരൊന്നും തന്നെ വരുന്നില്ലല്ലോ. മനസ്സിലാവില്ലല്ലോ. എന്നാ ഒരു പ്രാവശ്യം തൊട്ട് നോക്കിയേക്കാം. എന്താടാ എന്തായി സംസാരിക്കുന്നേ? ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കുന്നത്? അവരെ വിട്. ഒരു ടീച്ചറിനോട് ഇങ്ങനെ സംസാരിക്കുന്നേ? പ്രശ്നത്തിൽ നിൽക്കണ്ട. അതെ അതെ, ഞാൻ പറയുന്നേക്ക്. വേണ്ട വേണ്ട, അവര് വിട്. വിട്, ഞാൻ പറയുന്നൊന്ന് കേക്ക്. അവര് വിട്, പോകാം.
എന്റെ ഭർത്താവിനെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം. ഒന്നുകൊണ്ടും പേടിക്കണ്ട, അത് ഇരിക്കേ. എന്നിട്ട് കാര്യം പറയും. സമാധാനമായിട്ട് പതിയെ പറ. എന്റെ ഭർത്താവ് ഒരു തെറ്റും ചെയ്തിട്ടില്ല. ശരി. അവന്മാരാണ് ആദ്യം കമന്റ് അടിച്ചത്. അത് ചോദിക്കാൻ പോയിട്ട് വലിയ പ്രശ്നമായി. ആ പ്രശ്നത്തിനിടെ പിടിച്ച് തള്ളിയതാ. അവന്റെ തലയിൽ വലിയൊരു മുറിവുണ്ടായി. നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട, ഞാനില്ലേ. ഏത് പോലീസ് സ്റ്റേഷനിലെ? P2 പോലീസ് സ്റ്റേഷൻ. അവിടെയാണ്. ഒരു മിനിറ്റ്. ഹലോ, SI ആണ് സംസാരിക്കുന്നത്. ഞാൻ പ്രസിഡന്റ് മസൂദാ സംസാരിക്കുന്നത്. നീ ഇപ്പോ അറസ്റ്റ് ചെയ്തു പോയ ആളില്ലേ, അയാളെ പെട്ടെന്ന് വിടണം. FIR ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. നീ കാശിനെ പറ്റി ഒന്നും ചിന്തിക്കണ്ട, അതൊക്കെ ഇപ്പൊ തന്നെ വരും. ശരി, ഓക്കെ അല്ലേ? ഇവിടേക്ക് ഇപ്പൊ വരാവേ. ആ, വേറൊന്നുമില്ല, അതൊരു ചെറിയൊരു ഫോർമാലിറ്റിയാ. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു സോ മച്ച്. സാരല്ല, ഒരേ നാട്ടിലുള്ളവർ പരസ്പരം സഹായിക്കേണ്ടതല്ലേ. ഇന്ന് ഞാൻ നിനക്കൊരു സഹായം ചെയ്തു തന്നു, നാളെ എൻ്റെ ആവശ്യം നീ പൂർത്തീകരിച്ചു തരണം. അങ്ങനെയല്ലേ? പോയിട്ട് വാ. സാർ, ഒരുപാട് നന്ദിയുണ്ട് സാർ. ഒരു വലിയ പ്രശ്നത്തിൽ നിന്ന് സാർ എന്നെ പുറത്തു കൊണ്ടുവന്ന സാറിനോട് എങ്ങനെയാ നന്ദി പറയേണ്ടത് എന്ന് പോലും എനിക്കറിയില്ല. അതെന്താ പറയാൻ പറ്റാത്ത? പറഞ്ഞോളൂ സാർ. സാറിനോട് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞോളൂ സാർ. ഒരേ ഒരു രാത്രി നിന്റെ ഭാര്യയെ എൻ്റെ കൂടെ പറഞ്ഞു വിടണം. സാർ, എന്താ ഈ പറയുന്നത് സാർ? ഞാൻ കറക്റ്റായിട്ട് തന്നെ പറഞ്ഞേ, നീയും കറക്റ്റായിട്ടാ കേട്ടതും. ഒരേ ഒരു രാത്രി നിന്റെ ഭാര്യയെ പറഞ്ഞു വിട്. സാർ, നിങ്ങൾക്ക് എന്താ പറ്റിയേ? നിന്റെ ഭാര്യയോട് എനിക്കൊരു താല്പര്യം തോന്നി. എന്താടാ പറഞ്ഞേ? നിന്നെ ഞാനിത് കൊല്ലാതെ വിടില്ലടാ. അയ്യോ, എന്താ ഇത്? എന്താ പറ്റിയേ? എന്നെ ഒന്ന് നോക്ക്.